ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വന്നിട്ട് ആ മാവൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ പുന്തി വന്നിട്ട് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതൊരു വല്ലാത്ത സന്തോഷമാണ്. എന്തായാലും ആ സന്തോഷം നമുക്ക് അവിടെ അങ്ങനെ അടച്ചേക്കാം. അത് കഴിഞ്ഞ് അതിന് മുന്നേ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് മാവൊക്കെ തിരിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് ചെറുതായിട്ട് മഴയ്ക്കല്ലേ, ഒരു മടി പിടിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നല്ലൊരു മഴ പെയ്ത് ചോർന്ന പ്രഭാതമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നേരതാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതാ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മളെ മല. ആ മല നോക്കിയിട്ടാണ് നമ്മളിന്ന് മഴയാണോ വെയിലാണോ എന്നൊക്കെ പ്രഖ്യാപിക്കൽ കേട്ടോ. പക്ഷേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിക്കും പോലെ ചിലത് റെഡിയാവും ചിലത് റെഡിയാവില്ല എന്നാണല്ലോ. അപ്പം നമ്മളതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെയിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. അപ്പം നമുക്ക് നമ്മളെ വെളിച്ചെണ്ണ കുപ്പിക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണേ. ചട്നീൻ്റെ പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിക്ക് പരിപ്പ്, ഉഴുന്ന്, കടുക് ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ചട്നീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തോന്നിയതൊക്കെ പാടിട്ട് കണ്ടുള്ളൊരു ചട്നി. ലാസ്റ്റ് പരക്കാർക്ക് തൊള്ളിലേക്ക് വെക്കാൻ തോന്നിയാൽ എൻ്റെ ഭാഗ്യം. അപ്പോൾ ഞാൻ ആ പരിപ്പും ഉഴുന്നും കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം തക്കാളിയും അതിക്കൊരു ചെറിയ പീസ് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ചേർക്കാൻ ആദ്യം മറന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതാ ഇപ്പോഴാണ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 അല്ലി അത് മതി. പിന്നെ അതിക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ തളിച്ചെന്നിക്കണം കേട്ടോ, തളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പൊടിയിട്ട് അത് വാങ്ങി വെച്ചിരിക്കണം. അപ്പം ഞാൻ മാവുണ്ടാക്കി വെക്കുമ്പോൾ എപ്പോഴാണെങ്കിലും 2 ദിവസത്തിന് കണ്ടാണ് കേട്ടോ അരച്ച് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസത്തിനുള്ളത് മാറ്റിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കുകയാണ്. അത് പിന്നെ നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ എടുത്ത് അന്ന് ചൂടുള്ളൂ കേട്ടോ. മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് അതിൻ്റെ പരിപാടി നമ്മൾ കഴിക്കും. അപ്പം നമ്മൾ ചട്ടിയൊക്കെ ചൂടായി വന്നു, ദോശ ഉണ്ടാക്കി തുടങ്ങിയാലോ. ഇടയിൽ നമ്മൾ ചട്നി ഒന്ന് ചൂടാറി വന്നപ്പോഴേ അതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു തോന്നിയതൊക്കെ ഇട്ടപ്പോൾ എന്താവോ എന്തോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടേനി. അങ്ങനെ ചട്ടീൻ്റെ പകർത്താൻ പോയപ്പോഴത്തേന് ഫസ്റ്റത്തെ ദോശ ഒന്ന് അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പം നമ്മൾ ചട്നി റെഡി ആയിട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലേനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഈ ചട്നിക്ക്. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നല്ല പേപ്പർ പോലെയുള്ള ദോശ ഇതെല്ലാം അങ്ങോട്ട് മുക്കി അങ്ങോട്ട് കഴിക്കണം. അടിപൊളി കേട്ടോ. ഇടയ്ക്കൊരു എന്നൊക്കെ പറഞ്ഞ ഒച്ചങ്ങൾ കേൾക്കണുണ്ടാവും. നീയക്കുട്ടിയാണ് കേട്ടോ. ഇന്ന് ഡിറ്റേഷൻ ഉള്ള ദിവസമാണ്, അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ചെടുത്തിയതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ വീണ്ടും മഴ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലില്ലേ, മഴ പെയ്താൽ പിന്നെ എനിക്കൊരു മടി വരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മടി വരാനുള്ള സാധ്യത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് ബാക്കി പണികളൊക്കെ എടുക്കാം. അപ്പോൾ ആ മടി ഇങ്ങോട്ട് മാറിക്കോളും. മഴ പെയ്താൽ പൊതുവേ ഇങ്ങനെ ഒരു മൂടിയായിട്ട് ഇരിക്കാനാണ് കേട്ടോ താല്പര്യം. ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി ഇരിക്കാൻ. പക്ഷെ അതെപ്പോഴും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ബാക്കി പണികളൊക്കെ തീർക്കട്ടെ. അപ്പോൾ കുട്ടികളവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മദ്രസക്ക് പറഞ്ഞയക്കണം. മക്കൾ മദ്രസക്ക് പോകാൻ ഇറങ്ങിയിട്ടോ. അപ്പം കുടയൊന്നും എടുക്കാതെയാണ് പോകുന്നത്. കുട എടുക്കാൻ മാത്രമല്ല മഴ എല്ലാം നാളെ പോലെ കേട്ടോ. അപ്പോൾ മഴയും കൊണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ കുറേ ദൂരമൊന്നും ഇല്ല കേട്ടോ, 2 അടി താന്ന് നമ്മൾ മദ്രസ എത്തും. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞ് കിളിവാറി ഇരുന്നപ്പോഴാണ് വെയിലിങ്ങോട്ട് വന്നത് കേട്ടോ. പെട്ടെന്ന് ഇനി വെയിലിൻ്റെ വരവ്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ വേഗം അലക്കിട്ടോ എന്നുള്ള മട്ടത്തിൽ വെയിലിൻ്റെ വരവ് കിട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം അലക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് അലക്കി തോരട്ടു.
അപ്പോൾ നമ്മളെ തോരയിടൽ അവിടെ നടക്കട്ടെ. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് 2 മാസത്തെ കോഴ്സിൽ ഗ്രാമറും പിന്നെ പ്രസൻറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനിയൻ്റെ വൈഫ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആളെ നമ്പറാണ് ഞാനിതാ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു മാസത്തിന് 500 രൂപ വെച്ചിട്ടാണ് കേട്ടോ, 2 മാസത്തിന് 1000. അപ്പം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ എന്താ അനിയത്തിൻ്റെ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഇളച്ചിയാണ് കേട്ടോ. അപ്പം ആ നമ്പറിലൊന്ന് കയറിയിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൻ്റെ അലക്കൽ കഴിഞ്ഞ് തോരയിടുന്ന വരെ വെയിൽ കേട്ടോ. നല്ലൊരു വെയിലില്ലെങ്കിലും വെയിൽ വരാനുള്ള സാധ്യതകളെല്ലാം കാണിച്ചിട്ടുണ്ടേന്. പക്ഷേ ഞാൻ തോരയിടൽ കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നതോട് കൂടി ആ വെയിലങ്ങോട്ട് പോയിട്ടോ. അപ്പൻ്റെ പണിയൊക്കെ കഴിഞ്ഞില്ലേ, എന്നാൽ ശരി ബൈ ബൈ എന്നും പറഞ്ഞിട്ട് വെയിലങ്ങോട്ട് പോയിട്ടുണ്ടേനി. പിന്നെ അന്ന് വൈകുന്നേരം വരെ വെയിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അലക്കൽ കഴിഞ്ഞപ്പോൾ നല്ലൊരു വിശപ്പുണ്ടേനി. ചോറിന് കൂട്ടാനൊന്നും ആയിട്ടുണ്ടേനി, ചോറ് മാത്രമായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തൈരും പിന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി അതൊക്കെ പാടെ കൂട്ടി കുഴച്ചിട്ട് ആണ് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിയിൽ കഴിക്കാൻ. തൈര് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാനും. സെനിക്കുട്ടനൊക്കെ തൈര് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പൂച്ചേനോട് കിന്നാരം പറഞ്ഞിരിക്കുകയാണ്. പൂച്ചയെ ഇന്നും ഇവിടെ മീനൊന്നും വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. പിന്നെ അമ്മ തലേ ദിവസത്തെ മീനൊക്കെ മസാല പറ്റി വെച്ചിരിക്കുകയാണ്, അതിനൊന്നും ഇപ്പോൾ എനക്ക് തരൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് ഓൻ്റെ സംസാരത്തിൽ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പൂച്ചേനോട് പറഞ്ഞു കൊടുക്കണ്ടേ കേട്ടോ. പൂച്ചയാണെങ്കിൽ അതൊക്കെ കേട്ട് എല്ലാം നല്ലപോലെ ശ്രവിച്ച് അവിടെ ഇരിക്കണ്ടേനി കേട്ടോ. അങ്ങനെ ഞാൻ പിന്നീട് കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ്ങും അത് കഴിഞ്ഞതാ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പും വെള്ളരിക്കയും കറിയും പിന്നെ മീനുണ്ടായിരുന്നു മസാല പറ്റിച്ച്, അതും കൂട്ടി ഉച്ചക്ക് മൃഷ്ടാനം ഊണൊക്കെ കഴിച്ച് ചെറിയൊരു ഉച്ചമയക്കം പാസ്സാക്കിയതാ വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ടേ. അപ്പോൾ കേരം കിട്ടിയിരിക്കണം കേട്ടോ. നമുക്ക് കുറേ കാലത്തിന് ശേഷമാണ് ഇത് തേങ്ങ പൊട്ടിക്കുന്നത്, അതുകൊണ്ടായിരിക്കും തേങ്ങയൊക്കെ 5-8 വെട്ട് വെട്ടിയിട്ടൊക്കെ പോയിനി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പൊട്ടി കിട്ടിയത്. അപ്പം നമ്മൾ മുക്കുവന് എന്നും മീൻ പിടിക്കാൻ പോകും, പക്ഷേ മിക്കവാറും ദിവസം മീനൊന്നും കിട്ടൂല കേട്ടോ. അതാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ മീനൊന്നും വീഡിയോയിൽ കാണിച്ചു തരാത്തത്. അപ്പോൾ ഇന്നലെ പറഞ്ഞു 2 തേങ്ങ ഒഴുകി വരുന്നുണ്ടേനി, അത് പിടിച്ചതാണെന്ന് പറഞ്ഞു. 2 തേങ്ങ കിട്ടി. മീൻ കിട്ടിയില്ലെങ്കിൽ തേങ്ങയെങ്കിൽ തേങ്ങ. അങ്ങനെ ഇതാ വെള്ളം കുടിക്കാൻ ഇവിടെ ആൾ എത്തിക്കണേ. അപ്പം ഇനി ഓന് വെള്ളം കുടിച്ച് സെറ്റപ്പ് ആക്കട്ടെ. അപ്പം ഇന്ന് ഞാൻ മക്കൾക്ക് സ്കൂളിൽ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. സമയം ഇപ്പം തന്നെ 4 മണിയായേ. അപ്പോൾ നമ്മുടെ തേങ്ങ അവിടെ ചിരക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പഴം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് എൻ്റെ കൂടെ നിന്ന് പഴം തിന്ന് സഹായിച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്യണേ മതി, ഓൻ്റെ കയ്യിലുള്ളത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കേട്ടോ ഓൻ്റെ അലമ്പാക്കൽ. അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണേ. ചട്ടി ചൂടായി വരുമ്പോൾ അതിക്ക് നെയ്യാണ് ചേർത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം. അപ്പം എന്നോട് ഈ ഒരു പാനില്ലേ കടായി, അതിൻ്റെ കൂടെയുള്ള ഫ്രൈ പാനിന് എത്ര വില എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 കോംബോ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഒരു പാന് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടുമോ നോക്കിയിട്ടോ. അപ്പോൾ ഞാനേക്ക് പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ ഞാനതിക്ക് തേങ്ങയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് ഞാൻ വല്ലാണ്ട് ഇങ്ങോട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. കാരണം ഈ ചട്ടിക്കൊരു ചൂടുണ്ട്, ആ ചൂടിൽ കടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ഇതായിക്കോളും. ഒരുപാട് ഇങ്ങോട്ട് റോസ്റ്റാക്കി എടുക്കണമൊന്നുമില്ല. അപ്പം നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടോ. ഇടയ്ക്ക് ഏലക്കായപ്പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഞാൻ അതും പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഏലക്കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു വേറൊരു ഫ്ലേവർ തന്നെയാണ്. ഉണ്ടാക്കണ എന്താ സംഗതി വെച്ചാൽ ഞാൻ പൂവട ഉണ്ടാക്കാനായിട്ടാണ് വിചാരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയമായിട്ട് ഒച്ചയൊന്നും കേൾക്കാതായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. ആള് ഇപ്പം തന്നെ ബുക്കൊക്കെ എടുത്ത് പഠിക്കുകയാണ്. വലിയതായ എന്തായാലും പഠിക്കുക 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 എന്ന് പറയും. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ കുറച്ചങ്ങോട്ട് പഠിച്ചാൽ അപ്പം എത്ര കുറച്ച് പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാവും ആളിവിടെ നീയക്കുട്ടീൻ്റെ ഒരു പഴയ ബുക്കൊക്കെ എടുത്ത് ഇവിടെ വായിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഞാൻ പൂവട ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഇലയടിക്ക് മാറ്റിയിട്ടോ. അപ്പം ഞാൻ കുറച്ച് വാഴൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് കിഴുകിക്കൊണ്ടുവന്ന് ഇനി അത് ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണേ. അപ്പം എന്തായാലും നമുക്ക് അട ഉണ്ടാക്കണമെങ്കിൽ വെള്ളം തിളപ്പിക്കണമല്ലോ. അപ്പോൾ ആ തിളച്ച് വരുന്ന വെള്ളത്തേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വാഴൻ്റെലൊക്കെ നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. അപ്പോൾ എന്തായി കിട്ടും, നല്ല പോലെ ഒന്ന് വാടി കിട്ടും കേട്ടോ. നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഗ്യാസ് മേലെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമല്ല.
അപ്പോൾ അതിൽ ഇത് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. ഞാൻ ആകെ അത്ര സമയം വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് കോരിയെടുക്കുക. അപ്പോഴേക്കും നമ്മളെ വാഴയില നല്ല പോലെ വാടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ പൂവട ഉണ്ടാക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ മാവിൽ കുറച്ച് വെള്ളം ഏറിപ്പോയി. ഇതാ പൂവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അച്ചൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് കൂടിപ്പോയപ്പോൾ ഞാൻ ഇലയടിക്ക് മാറ്റം സംഭവിച്ചതാണ്. അപ്പം ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തീക്കൊന്ന് ജസ്റ്റ് പരത്തുക, പിന്നെ നമ്മൾ ഫില്ലിങ് വെക്കുക, മടക്കി എടുക്കുക. ഇത്രയുള്ളൂ പണി. എനിക്ക് ഈ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ശർക്കര ചേർക്കുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. ശർക്കര ചേർക്കുമ്പോഴാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. പഞ്ചസാര അത്ര വലിയ ഇഷ്ടമല്ല ഇതിക്ക്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ശർക്കര ഇല്ലേനും ഇവിടെ അടുത്തുള്ള കട തുറന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പഞ്ചസാര വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണേ. അങ്ങനെ അതാ ഫസ്റ്റത്തെ 2-3 അടയായപ്പോൾ കെട്ടിയവന് ചായ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അട ആൾക്ക് വേണ്ടി കൊടുത്തിക്കണേ. ആള് തിന്നിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയാം. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിക്കണേ ഒരു എന്താ പറയുക, ഒരു ചീഞ്ഞ സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല അടിപൊളിയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചോദിക്കും ഞാൻ എങ്ങനെയുണ്ട്. എത്ര ഉണ്ടാക്കുന്ന റെസിപ്പി ആണെങ്കിലും വീണ്ടും ഞാൻ ആ ചോദ്യം ചോദിക്കും. തിന്നോളി അങ്ങനെ സിനിമോൻ്റെ ഈ ടൈമായി. ആള് ചെരുപ്പിടാനാണ് കേട്ടോ ആ സമയം അവിടെ ഇരുന്നത്. ഇപ്പം ആൾ ഒറ്റക്കന്നെ ചെരുപ്പിടലൊക്കെ തുടങ്ങിയിരിക്കണേ. ചെരുപ്പിട്ട് ഇറങ്ങിയ പാട് വിട്ടാ ചൂട്ടി പറ്റില്ലെന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് നമ്മൾക്ക് കളിക്കാൻ വരുന്ന കുട്ടിയൊക്കെ വന്ന് ഓന് കുറേ പിടിച്ചേക്കാനൊന്നും നോക്കി. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതാ നേരെ പോവാണ് കേട്ടോ. ഇന്ന് നീ ആ കുട്ടിക്ക് അതന്നെ ഒരു പണി തന്നെ കേട്ടോ. അവിടെ വരെ പോവും, അവിടെ നിങ്ങൾ പിടിച്ചോണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ പോവും. ഇവിടെ നിന്ന് കളിക്കാൻ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓൻ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. കാരണം എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിനി. അപ്പം ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഫുള്ള് വൈകുന്നേരം ആവോളം കളിച്ചിരിക്കൊന്നുമില്ല. കുറച്ച് സമയം കളിക്കും. ഞാൻ വിയർക്കുമ്പോൾ എല്ലാം കയറും. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഇന്ന എന്തെങ്കിലും പണികളൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങും. പിന്നെ അങ്ങനെ വൈകുന്നേരം വരെ ഇന്നിവിടെ കളിക്കാൻ ആൾക്കാരുണ്ടേനി കേട്ടോ. അതുകൊണ്ട് എന്തായാലും മക്കള് സ്കൂളിൽ തന്ന് ഫോണിൽ കണ്ടിരിക്കുന്ന പരിപാടി ഒന്നുമില്ല. വേഗം ചായ അടിക്കുക, കളിക്കാൻ ഇറങ്ങുക. പിന്നെ ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ബാങ്ക് കൊടുത്തും കഴിഞ്ഞിട്ട് കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരും പോയിക്കോളി, അവനാൻ്റെ കൂട്ടിൽ പോയി കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ആട്ടി വിടലാണേ. ഐശ്വര്യലക്ഷ്മി ഇല്ല കേട്ടോ. അതാണ് ഇരുട്ടായി കാണുന്നത്. അങ്ങനെ നോൽക്ക് കളിച്ചിട്ടും പൂതി തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ വട്ടിത്തിറങ്ങിയപ്പോൾ എല്ലാവരും പിന്നെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിലും കമൻറ്റ് എഴുതുക. ഇനിയിപ്പോൾ നാളെ വീഡിയോ ഉണ്ടാവുമോ എന്നില്ല അറിയില്ല. കാരണം ഞാൻ കുറേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതൊക്കെ കഴിഞ്ഞിരിക്കണേ. ഞാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഷൂട്ട് ചെയ്യണ വീഡിയോ എഡിറ്റ് ചെയ്ത് നാളെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.